ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുക. പിന്നെ ഇന്നൊരു ഷോർട്ട് ഷിഫ്റ്റായിരുന്നു. മോർണിംഗ് 9:30 to 2 o'clock. അപ്പോൾ അങ്ങനത്തെ ഒരു ഷിഫ്റ്റാണ്. അപ്പോൾ ആ ഷിഫ്റ്റ് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഷിഫ്റ്റ് വന്നതെന്നും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും പറയാനാണ് കേട്ടോ. എന്തായാലും വീട്ടിലോട്ട് നടന്നാണ് പോകുന്നത്. ഒരു 20 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് എല്ലാവരോടും ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ബാൻഡ് 5 തന്നെയാണ്. ബാൻഡ് 5 നഴ്സ് പ്രാക്ടീഷണർ അസോസിയേറ്റ് അങ്ങനൊരു ജോബാണ്. അതായത് ലാസ്റ്റ് January 15 ഞാനത് ജോയിൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഇലക്റ്റീവ് ഓർത്തോപെഡിക് സ്പെഷ്യാലിറ്റീസ് ആണ് നഴ്സ് പ്രാക്ടീഷണേഴ്സിൻ്റെ. അങ്ങനെ അതിൻ്റെ അസോസിയേറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഞാനിപ്പോൾ ചെയ്യുന്നത് സെക്കൻഡ്മെൻ്റാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പം NHSൽ ഇങ്ങനെ സെക്കൻഡ്മെൻ്റ് എന്നൊരു പരിപാടിയുണ്ട്. അത് സ്ട്രെയിറ്റ് അവേ നമുക്കൊരു പ്രൊമോഷൻ തരുന്നതിന് പകരം അവർ നമ്മളതിൽ ട്രെയിൻ ചെയ്യിപ്പിക്കും. ഒരു സ്പെസിഫിക് സ്പെഷ്യാലിറ്റിയിൽ ഒരു എങ്ങനെ ഒരു 6 months 9 months 1 year സംടൈംസ് 2 year അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം എനിക്കിപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്തു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കിട്ടി. പക്ഷേ നമുക്കതിൽ എക്സ്പീരിയൻസ് വേണം. നമ്മുടെ ഏത് സ്പെഷ്യാലിറ്റി ആണെന്നും ഇൻ്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്യണം. കുഴപ്പമില്ലാതെ ചെയ്തും തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് കിട്ടിയത്. പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ ഭയങ്കര സൗണ്ടാട്ടോ. കാരണം റോഡ് സൈഡിൽ കൂടെയാണ് പോകുന്നത്. ബാക്ക് ക്യാമറ ഇട്ട് കണ്ടോ, നമ്മുടെ ശ്യാമസുന്ദരമായ നമ്മുടെ നാട് പോലെയല്ലേ, പച്ചപ്പും പച്ചപ്പും പുൽപ്പടപ്പും എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ തന്നെയാണ്. കാണാനൊക്കെ നമ്മുടെ നാട് പോലെ തന്നെയാണ്. ഇപ്പോൾ എല്ലാം പൂത്ത് തുടങ്ങിയ സമയമാണ് മരങ്ങളൊക്കെ. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറച്ച് നല്ല പൂത്ത മരങ്ങളൊക്കെ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നഴ്സ് പ്രാക്ടീഷണർ അസോസിയേറ്റ്. ഓക്കെ, കാരണം എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു ആക്ച്വലി എന്താ ജോബാണ് ഇത്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു 15 years നഴ്സിംഗ് ബെഡ് സൈഡാണ്. അപ്പോൾ ഖത്തറിലായിരുന്നപ്പോഴും ഇലക്റ്റീവ് ഓർത്തോ തന്നെ, UK വന്നപ്പോഴും ഇപ്പോൾ നോട്ടിംഗ്ഹാമിൽ വന്നപ്പോഴും 1 വർഷമായിട്ട് ഇലക്റ്റീവ് ഓർത്തോപെഡി തന്നെയായിരുന്നു. പക്ഷേ വാർഡിലാണ്, ഇൻപേഷ്യൻറ്റിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയുടെ നഴ്സ് പ്രാക്ടീഷണർ ഒരു വേക്കൻസി വന്നപ്പോൾ ഞാനങ്ങ് അപ്ലൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന ജോബെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ആക്ച്വലി നഴ്സ് പ്രാക്ടീഷണർ ബാൻഡ് 6 ആണ്. പക്ഷെ ഞാൻ ബാൻഡ് 5 ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം സ്ട്രെയിറ്റ് അവേ നമുക്ക് ബാൻഡ് 6 ആകാതെ അവർ നമുക്ക് ട്രെയിനിങ് തരും ബാൻഡ് 5. അപ്പോൾ അതിനും ഇൻ്റർവ്യൂ പ്രോസസ്സ് എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത് വേണം കയറാനായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓർത്തോയുടെ കാര്യം പറഞ്ഞു, ബാക്കി സ്പെഷ്യാലിറ്റിയെക്കുറിച്ചൊന്നും എനിക്കൊരു അറിവില്ല കേട്ടോ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിൽ ഓർത്തോടെ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇലക്റ്റീവാണ്. അതായത് ഇലക്റ്റീവ് കേസസിന് ഡീൽ ചെയ്യുന്ന പരിപാടിയാണ്. അതായത് ഫസ്റ്റ് ഒരു ആ പേഷ്യൻറ്റിന് നമ്മുടെ ഓർത്തോപെഡിക്കായിട്ട് റിലേറ്റഡായ എന്തെങ്കിലും ഒരു നീയോ ഹിപ്പോ എന്തെങ്കിലുമൊക്കെ പെയിൻ അതിൻ്റെ ഒരു സർജറി വേണമെങ്കിൽ ഓഫ്കോഴ്സ് ഇവർ ആദ്യം പോകുന്ന GP അടുത്തായിരിക്കുമല്ലോ. അപ്പോൾ GP പേഷ്യൻ്റ് എക്സ്റേ ഒക്കെ ചെയ്തിട്ട് GPക്ക് ആ പേഷ്യൻറ്റിന് സർജറി വേണമെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഒരു ഫർദർ കൺസൾട്ടേഷൻ വേണമെന്ന് GPക്ക് തോന്നുകയാണെങ്കിൽ GP പേഷ്യൻറ്റിനെ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യും. ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റ് പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടിട്ട് അവർക്കൊരു അപ്പോയിൻമെൻറ്റ് കൊടുത്ത് പേഷ്യൻറ്റിനെ വിളിച്ച് ഡോക്ടർ കണ്ടിട്ട് പേഷ്യൻറ്റിന് സർജറിക്കുള്ള പേഷ്യൻ്റ് ആണോ എന്ന് അത് ഓരോ ഡോക്ടേഴ്സും ഡിസൈഡ് ചെയ്യും. ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. വേണ്ട പൂക്കൾ കണ്ടോ, എന്ത് ഭംഗിയാണ് നിൽക്കുക. മുല്ലപ്പൂ കിടക്കുന്ന പോലെ കിടക്കുകയാണേ. സോ ബ്യൂട്ടിഫുൾ കണ്ടോ. അപ്പോൾ ഇനി ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് തരാം, പരിസരങ്ങളൊക്കെ ഒന്ന് കാണാനേ. ഇത് ഞാൻ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു ഇടവഴിയുണ്ട് കേട്ടോ, അതേ കൂടെ കയറണം. റോഡ് അത്രയും കറങ്ങിപ്പോണ്ടല്ലോ എനിക്ക്, അതുകൊണ്ട് ഇങ്ങനെ കറങ്ങിപ്പോകുന്നത്. ഇത് ഞാനിപ്പോൾ നടക്കുന്നത് നമുക്ക് പെഡസ്ട്രിയന് നടക്കാനും ഈ കാണുന്നത് സൈക്കിളും പട്ടിയൊക്കെ കൊണ്ട് നടക്കാനാണ് കേട്ടോ. എന്താ നമ്മൾ പറഞ്ഞു തന്നെ, അതെ അങ്ങനെ GP കണ്ടതിന് ശേഷം കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് വരും. കൺസൾട്ടൻറ്റ് പേഷ്യൻറ്റിന് സർജറിക്കുള്ള കാൻഡിഡേറ്റ് ആണോ നോക്കിയിട്ട് സർജറിക്ക് വേണ്ടി വെയിറ്റിംഗ് ലിസ്റ്റ് കോർഡിനേറ്റർ പറയും. വെയിറ്റിംഗ് ലിസ്റ്റ് കോർഡിനേറ്റർ എന്ത് ചെയ്യും,
പേഷ്യൻറ്റിനെ പ്രീ ഓപ്പ് അസസ്മെൻറ്റിന് അപ്പോയിൻമെൻറ്റ് കൊടുക്കും. പേഷ്യൻ്റ് പ്രീ ഓപ്പ് അസസ്മെൻറ്റിന് വരും. പ്രീ ഓപ്പിൽ പേഷ്യൻ്റ് നഴ്സസും കണ്ടിട്ട് പേഷ്യൻറ്റ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ, അത് സ്ട്രൈറ്റ് അവേ സർജറിക്ക് പോകാൻ പറ്റുമോ എന്ന് തീരുമാനിക്കും. അപ്പോൾ സർജറിക്ക് ഒരു കുഴപ്പമില്ല, പോകാൻ പറ്റുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് സർജറിക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കും. സർജറി ടൈമിൽ അനസ്തറ്റിസ്റ്റ് കാണും, പേഷ്യൻറ്റ് സർജറി ചെയ്യും, ഈസി ആയിട്ട് പോകും. ബട്ട് നഴ്സ് പ്രാക്ടീഷേഴ്സിൻ്റെ റോൾ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇൻ കേസ് ഈ പേഷ്യൻ്റ് സർജറിക്ക് ഫിറ്റല്ല, എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷനുള്ള പേഷ്യൻ്റ് ആണെന്ന് വിചാരിക്കുക. എന്നാൽ ഈ പ്രീ ഓപ്പ് അസസ്മെൻറ്റ് ടീം എന്ത് ചെയ്യും, ആ പേഷ്യൻറ്റിനെ നഴ്സ് പ്രാക്ടീഷണർ ടീമിലോട്ട് റെഫർ ചെയ്യും. ഓക്കെ, അവിടെ മുതലാണ് നമ്മുടെ റോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നഴ്സ് പ്രാക്ടീഷണേഴ്സ് പേഷ്യൻറ്റിനെ ഫുൾ മെഡിക്കൽ നോട്ട്സ് ചെക്ക് ചെയ്യും. പേഷ്യൻ്റ് എന്തൊക്കെയാണ് പ്രശ്നമുള്ളത്, കാർഡിയാക്ക്, ഡയബറ്റിക്, ന്യൂറോ, റീനൽ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റെഫറൽസ്, അതിൻ്റെ ഫോളോ അപ്പ്, ഡയബറ്റിക് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ പേഷ്യൻ്റ് ഡയബറ്റിക് റെഫറൽ എല്ലാവർക്കും റെഫറൽ ചെയ്യുന്നത് മാത്രമല്ല, പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് എല്ലാം ചെയ്ത് പേഷ്യൻറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്ത് പേഷ്യൻറ്റിനെ ഫിറ്റാക്കുക എന്നതാണ് ഒരു നഴ്സ് പ്രാക്ടീഷണറിൻ്റെ ജോബ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഈ ഫോളോ അപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ മെല്ലെ പൊക്കാണ്, അറിയാമല്ലോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. എല്ലാത്തിനും GP വിളിക്കണം. GP പേഷ്യൻറ്റിന് ഇപ്പോൾ അയൺ ഡെഫിഷ്യൻസി എനിമുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ GPയുടെ പേഷ്യൻ്റെ ബ്ലഡ് എപ്പോഴൊക്കെയാണ് അടുത്തടുത്തായിട്ട് പേഷ്യൻ്റ് ഇത് ചെയ്യണം, ചെക്ക് ചെയ്യണം, അത് ഫോളോ അപ്പ് ചെയ്യണം. എല്ലാം വിളിച്ച് നമ്മൾ ചോദിച്ച് എല്ലാ കലണ്ടറിലിട്ട് പേഷ്യൻറ്റിനെ നോക്കി പേഷ്യൻ്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് വരെ ഫിറ്റാണെന്ന് നമുക്ക് തോന്നുമ്പോൾ നഴ്സ് പ്രാക്ടീഷണർ ബാൻഡ് 6 പേഷ്യൻറ്റിനെ ഫിറ്റാക്കും. ഓക്കെ, ഫിറ്റ്നസ് ഒരു പേപ്പറുണ്ട്, ആ ഫിറ്റ്നസ് കൊടുക്കുമ്പോഴാണ് പേഷ്യൻറ്റിന് പിന്നെ സർജറിക്ക് ഒരു ഡേറ്റ് കൊടുക്കുന്നതും സർജറി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കൊന്നപ്പൂ പോലെ കിടക്കുന്നത്, കൊന്നപ്പൂ അല്ല പക്ഷെ അതേപോലെയാണ്. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ഓക്കെ, അങ്ങനെ സർജറിക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തു. സർജറി കഴിഞ്ഞതിന് ശേഷം ഈ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആകുമല്ലോ. ഡിസ്ചാർജ് ആയി പോയതിന് ശേഷവും ഇനി സർജറി ചെയ്ത സ്ഥലത്ത്, അതായത് വൂണ്ട് സൈറ്റിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ സ്യൂച്ചറോ സ്റ്റാപ്ലേഴ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ GPക്ക് റിമൂവ് ചെയ്യാൻ ഒന്നുകിൽ ഡിസ്ട്രിക്ട് നഴ്സ് റിമൂവ് ചെയ്യും, ഇല്ലെങ്കിൽ GP. അതും അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷനുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഒരിക്കലും GPയുടെ അടുത്ത് പോയെന്ന് പറയും. എങ്ങനെയാണ് ഓർത്തോ ഈ പ്രാക്ടീഷണേഴ്സിൻ്റെ അടുത്ത് തന്നെ ആഫ്റ്റർ 2 വീക്സോ ആഫ്റ്റർ സർജറി പോസ്റ്റ് ഓഫ് ആഫ്റ്റർ 2 വീക്സോ ഡിപ്പെൻഡ്സ് ഓൺ പേഷ്യൻറ്റിൻ്റെ വൂണ്ട് എങ്ങനെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, അതനുസരിച്ച് പേഷ്യൻറ്റ് നമ്മൾ റെഫർ ചെയ്ത് പേഷ്യൻറ്റ് തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ വരും ആഫ്റ്റർ 2 years or 3 years ഡിപ്പെൻഡ്സ്. ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ. അപ്പോൾ അതാണ് മെയിനായിട്ട് നഴ്സ് പ്രാക്ടീസ് ടീം ചെയ്യുന്നത്. പിന്നെ ഇതിനിടയ്ക്കുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് കൺസേൺ ക്ലിനിക്കുണ്ട്. അതായത് പേഷ്യൻറ്റിന് സർജറിക്ക് മുന്നേ വരുന്നത് ഈ കൺസേൺ ക്ലിനിക്കിൽ നമ്മളെ വന്ന് കാണും. പേഷ്യൻറ്റിന് കുറച്ച് പ്രിപ്പറേഷൻ എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കണം, കുറച്ച് ഡ്രിങ്ക്സ് കൊടുക്കണം. ഡയബറ്റിക് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് എന്ന് വെച്ചാൽ ഒരു കാർബോഹൈഡ്രേറ്റ് റിച്ച് ഡയറ്റ് കൊടുക്കണം. അത് ഹെൽത്തി കാർബോഹൈഡ്രേറ്റ് റിച്ച് ഡ്രിങ്ക്സാണ് കൊടുക്കുന്നത് കേട്ടോ. അതുണ്ട്. പിന്നെ എന്തെങ്കിലും മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. എന്തെങ്കിലും ആൻറ്റി കൊയാഗുലൻ്റ് അങ്ങനെ എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ പേഷ്യൻ്റ് അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയുള്ള കേസുകൾ ഡീൽ ചെയ്യുന്ന പരിപാടിയാണ് നഴ്സ് പ്രാക്ടീഷണേഴ്സ്. നല്ല സൈലൻറ്റ് ജോബാണ്, അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ ഷിഫ്റ്റ് വന്നിട്ട് നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഫുൾ ടൈം തന്നെയാണ്, 37.5 hours. ഓ മൈ ഗോഡ്, ഒരു ചെറിയൊരു ഇങ്ങനെ തേര് പോലെയുണ്ട് കേട്ടോ, അതൊക്കെ അതച്ചു തുടങ്ങി. ഓക്കെ, സോ എന്താ പറഞ്ഞു വന്നേ, 37.5 hours തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നൈറ്റും ഇല്ല വീക്കെൻഡും ഇല്ല നമുക്ക്. അതുകൊണ്ട് ഞാനിപ്പോൾ വാർഡിലായിരുന്നപ്പോൾ നമുക്ക് ബേസിക് സാലറി കൂടാതെ തന്നെ കുറച്ച് എക്സ്ട്രാ സാലറി കിട്ടും. അറിയാമല്ലോ എല്ലാവർക്കും, നൈറ്റ് ഷിഫ്റ്റും ബാങ്ക് ഹോളിഡേയ്സ് വീക്കെൻഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ സാലറി കിട്ടും വാർഡ് ചെയ്യുമ്പോൾ. പക്ഷേ ഇവിടെ അത് കിട്ടത്തില്ല, നമുക്ക് എക്സ്ട്രാ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, നമുക്ക് ബേസിക് സാലറി മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതാണൊരു ഡ്രോബാക്ക് ആയിട്ടുള്ളത് ഇതിന്. പക്ഷേ ഫാമിലിക്കൊക്കെ ഇപ്പം
നമുക്കൊരു എനിക്കിപ്പോൾ 37.5 hours എന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ ഞാൻ മൺഡേ ചെയ്യുന്നൊരു ഷോർട്ട് ഡേ ആണ്. 9:30 to 2 ആണ് ചെയ്യുന്നത്. അതാണ് ഇന്നത്തെ ഷിഫ്റ്റ്. കാരണം എനിക്ക് കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ അവളെ വിളിച്ചിട്ട് പോകണം എനിക്ക്. അങ്ങനെ ഒരു ഷിഫ്റ്റ്. പിന്നെ ബാക്കി ട്യൂസ്ഡേ ഓഫാണ്. വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഞാൻ ചെയ്യുന്നത് മോർണിംഗ് 7 to ഈവനിങ് 6 ആണ്, 3 days. പക്ഷേ അങ്ങനെ ചെയ്താലും മന്ത്ലി ഏതെങ്കിലും ഒരു ട്യൂസ്ഡേ കൂടെ ഞാനൊരു ഷോർട്ട് ഡേ ചെയ്യണം. കാരണം എൻ്റെ അവേഴ്സ് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ആ വീക്ക്, അതായത് ട്യൂസ്ഡേ കൂടെ വരുന്ന വീക്ക് ഞാൻ 5 days ചെയ്യേണ്ടി വരും. 2 ഷോർട്ട് ഡേയും 3 ലോങ് ഡേയും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷേ നൈറ്റില്ല. എനിക്കാണെങ്കിൽ നൈറ്റൊക്കെ ചെയ്യുമ്പോൾ രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ട്, പകൽ കിടന്നാൽ ഉറങ്ങാൻ ബുദ്ധിമുട്ട്, തലവേദന, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇത് സെക്കൻഡ് മന്താണ്. അണ്ടിൽ ഒക്ടോബർ കഴിയുമ്പോൾ നമുക്ക് വേക്കൻസി വരുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തൊക്കെ മാത്രമേ നമുക്ക് പെർമനൻ്റ് ആകാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്കൊരു ഡിസൈഡ് ചെയ്യാനുള്ളൊരു ടൈം കൂടിയാണ്. നമ്മൾ ഓക്കെ ആണോ ഈ പൊസിഷനിൽ, അല്ല നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല തോന്നുകയാണെങ്കിൽ നമുക്ക് വാർഡിലോട്ട് തിരിച്ചു പോകാം. ഡിപ്പെൻസ്. അപ്പം ഞാൻ ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ കാരണം ഈ ജോബ് ഇഷ്ടപ്പെട്ടു, പേഷ്യൻ്റ് സൈഡ് മിസ് ചെയ്യുന്നുണ്ട്. ജോബ് ഇഷ്ടപ്പെട്ടെന്നാലും പേഷ്യൻ്റ് സൈഡ് വരണം. ഇതൊരു ഓഫീസ് റൂമിനകത്താണ്. ഇപ്പം നമ്മൾ ഇവിടെ എൻ്റെ ടീമെന്ന് വെച്ചാൽ ഒരു 12 പേരുടെ ടീമാണ്. അതിൽ ഓരോ ടീമിൽ ഒരു 8-10 ഡോക്ടേഴ്സ് ഉണ്ടാവും. അവരുടെ കൂടെ ഒരു ബാൻഡ് 6, 2 ബാൻഡ് 6, ഒരു ബാൻഡ് 5, അതൊക്കെയാണ് ഓരോരോ ടീമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരവരുടെ പേഷ്യൻസിനെ മാത്രം, അതായത് ടീമിൻ്റെ പേഷ്യൻസിനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. പിന്നെ ഡോക്ടേഴ്സിൻ്റെ കൂടെ നമുക്കൊരു MDT മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്, പ്രസൻറ്റേഷൻ, അങ്ങനെ കുറച്ച് പരിപാടിയല്ല. ജോബൊക്കെ നല്ല സൂപ്പർ ജോബാണ്, നല്ല ജോബാണ്. ഒരു ഓഫീസ് വർക്ക് ജോബാണ് കേട്ടോ, നോൺ ക്ലിനിക്കൽ സൈഡ് ജോബാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ സ്ട്രീമിലുണ്ട് കേട്ടോ. സ്ട്രീമെന്ന് വെച്ചാൽ പേഷ്യൻസ് സർജറി കഴിഞ്ഞിട്ട്, ഞാൻ പറഞ്ഞില്ല വൂണ്ട് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ആയോ അങ്ങനെയൊക്കെ വരുന്ന പേഷ്യൻസ്, അവരെ വൂണ്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും നഴ്സ് പ്രാക്ടീഷന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അല്ല എന്തെങ്കിലും ഇതൊരു അബ്നോർമലായിട്ട് തോന്നുകയാണെങ്കിൽ ഡോക്ടറെ ഇൻഫോം ചെയ്യും. ഡോക്ടർ പിന്നെ റിവ്യൂ, അങ്ങനെ അതിനെ കണ്ടിന്യൂ ആയിട്ട് പോകും. അതായത് സർജിക്കൽ വൂണ്ട് എല്ലാം കൊണ്ടും ക്ലിയർ ആകുന്നത് വരെയുള്ള ഫോളോ അപ്പ് നഴ്സ് പ്രാക്ടീഷനായിരിക്കും ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുന്നത് ഓർത്തോയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബാക്കി ടീംസിൻ്റെ, ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ് സ്പെഷ്യാലിറ്റി ഐ ഹാവ് നോ ഐഡിയ. ഓക്കെ, എല്ലാവരും എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ചോദിച്ചു എന്താ ഈ ജോബ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെന്തായിരുന്നു, പിന്നെ ഞാൻ എനിക്ക് NHSP ചെയ്യാമെന്ന് ചെയ്തു തുടങ്ങി. നേരത്തെ ഒന്നും NHSP ചെയ്യത്തില്ലായിരുന്നു കേട്ടോ, മടിയായിരുന്നു. അയ്യോ, കുറേ നടന്നു. വീടത്താറായിട്ടില്ല, എനിക്ക് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. ചെറിയ മഴയുണ്ട്. NHSP ചെയ്ത് നമുക്ക് നമ്മുടെ സാലറി കോമ്പൻസേറ്റ് ചെയ്യാം. പിന്നെ ചിലർക്ക്, ഇപ്പം എൻ്റെ ടീമിലുള്ള എല്ലാവരും ബ്രിട്ടീഷാണ്. അതായത് 12 പേരെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ് ആദ്യത്തെ ഇന്ത്യനായിട്ട് അവിടെ കയറിയിരിക്കുന്നത്. ബാക്കി എല്ലാം ബ്രിട്ടീഷാണ്. അതിലും എല്ലാവരും 55 എബോയാണ് ഏജ്. റിട്ടയർഡായി തിരിച്ചു വന്നവരുണ്ട്, അടുത്ത വർഷം റിട്ടയർ ആകാൻ നിൽക്കുന്നവരുണ്ട്, അടുത്ത മാസം റിട്ടയർ ആകാൻ നിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ആ ഒരു ഏജായിട്ടുള്ള ഗ്രൂപ്പിലാണ് ഞാൻ പോയി ജോയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റേതായ ഒരു സപ്പോർട്ട് അവർ നമുക്ക് തരുന്നുണ്ട്. എപ്പോഴും ചോദിക്കും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, ആരെങ്കിലും നിന്നെ അപ്സെറ്റ് ആക്കുന്നുണ്ടെങ്കിൽ പറയണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നൊക്കെ ഞാൻ ആപ്പിൾ പൂത്തിരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. സെക്കൻഡേ, ആപ്പിൾ മരം പൂത്തിരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതെല്ലാം കായ്ച്ച് നമ്മുടെ നാട്ടിൽ പേരയ്ക്ക കൊഴിയുന്ന പോലെ എല്ലാം ഇങ്ങനെ തറയിൽ വീണ് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. ഞാനൊരു ബെസ്റ്റ് ഫുഡ് ഏരിയയിൽ കെയ്ൻസ്ഫോർഡ് ക്രസൻറ്റ് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പം ആ സ്ഥലത്ത് വീടുകളൊക്കെ കാണുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനിയൊരു 5 മിനിറ്റ് കൊണ്ട് നടന്ന വീടെത്തും. നേരെ പോയി മോളെ വിളിക്കാൻ പോകണം. വേറൊന്നുമില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടുള്ളവർ ചോദിക്കാം കേട്ടോ. എനിക്കറിയാവുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. വലിയ അറിവൊന്നുമില്ല, പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ള അറിവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
അപ്പോൾ ശരി, നമുക്ക് വേറൊരു വീഡിയോ കാണാം. സോ സീ യു, ബൈ ബൈ, താങ്ക് യു.